ഇന്നേ വരെ ഞാൻ ഈശോയോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള മനസ്സ്. എത്ര തളർന്നാലും, എത്ര സാഡ്നെസ് എത്ര ഡൗൺ ആയാലും എനിക്ക് പറ്റുന്നില്ല ഈശോയോട് കംപ്ലൈൻറ്റ് ചെയ്യാൻ. കാരണം എനിക്കറിയാം ഈശോയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് എന്നെ പറ്റി. അവൻ തീരുമാനിക്കാതെ അവൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യവും, അവൻ്റെ പദ്ധതിയിലല്ലാത്ത ഒരു കാര്യവും, അവൻ്റെ അറിവിലില്ലാത്ത ഒരു കാര്യവും എൻ്റെ ലൈഫിൽ നടക്കില്ല, നമ്മുടെ ആരുടെയും ലൈഫിലും. എന്നെ ഇപ്പോഴും പിടിച്ചു നിർത്തുന്ന ഒരു വചനമാണ്, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. 2 കൊരിന്തോസ് 12:50 തിരുവചനം. ഞാൻ തളരുമ്പോഴും ഞാൻ ടിക്സ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഒത്തിരി അതിൻ്റെ ഫ്രസ്ട്രേഷനുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ടെൻഷനുണ്ട്, പിന്നെ അങ്ങനെ പല മാനസിക അസ്വസ്ഥതകളും എനിക്കുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് കൂടുതലാണ്. അപ്പം ഇതിനെയൊക്കെ മാനേജ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും കൂടുതലും ഈ ഒരു വചനമാണ്. ഈ ഒരു അസ്വസ്ഥത ഈശോ എനിക്ക് അനുവദിച്ചത് എൻ്റെ വിശ്വാസത്തെ വളർത്താനും, എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും വിശ്വാസത്തെ വളർത്താനും ഒക്കെ സഹായിച്ചു. എനിക്ക് ആഗ്രഹമുണ്ട് ഇത് മാറി കിട്ടണമെന്ന്. ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യില്ല, പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ഈശോ ഇതൊന്ന് മാറ്റി തരണം, പക്ഷെ നിൻ്റെ ഹിതം നടക്കട്ടെ. എന്താ പറയുക, ഞാൻ സഹനത്തിൽ അങ്ങ് സന്തോഷിക്കുക, സഹനത്തിൽ അങ്ങ് ആനന്ദിക്കുക. ഇടയ്ക്ക് തളരും, എന്നാലും അവിടുന്ന് ആരെങ്കിലൊക്കെ ആയിട്ട് എനിക്ക് ആൾക്കാരെ തരും ഈശോ. ഒന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും. ഈ ഒരു ടിക്സ് എൻ്റെ ലൈഫിൽ വന്നത് എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും പ്രാർത്ഥന, ഈശോയോടുള്ള അടുപ്പം കൂട്ടാൻ സഹായിച്ചു.